നമസ്കാരം, ഏവർക്കും PSC മന്ത്ര എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ഈ ക്ലാസ്സിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. പാർട്ട് 1ൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ആ ക്ലാസ് കാണാൻ ശ്രമിക്കുക. ഇന്ന് 2019 VU എക്സാം കൊല്ലം, ഇടുക്കി, കണ്ണൂർ ജില്ലകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സിനോണിം ഫോർ ഡെപ്പോസിറ്ററി. ഡെപ്പോസിറ്ററി എന്ന പദത്തിൻ്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വായിക്കാം. ഇൻഹെറിറ്റർ, വാർഡ്, പാട്രൺ, ട്രസ്റ്റി. ദ സിനോണിം ഫോർ ഡെപ്പോസിറ്ററി. ആൻസർ ഓപ്ഷൻ ഡി, ട്രസ്റ്റി. ഡെപ്പോസിറ്ററി മീനിങ് ചുമതലക്കാരൻ എന്നാണ് അർത്ഥം. നെക്സ്റ്റ്, ദ ഫിഫ്ത്ത് ചാപ്റ്റർ കംപ്രൈസസ് ഡാഷ് 3 സെക്ഷൻസ്. ദ ഫിഫ്ത്ത് ചാപ്റ്റർ comprises dash 3 sections. Option of, with, no preposition on. Answer option C, no preposition. Comprisesനോടൊപ്പം prepositionന്റെ ആവശ്യം ഇല്ല. Next question, antonym of abortive is. Option successful, reproductive, instantaneous, fruitful. PSC ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു, കാരണം ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. അബോർട്ടീവിൻ്റെ ഓപ്പോസിറ്റീവ് സക്സസ്ഫുൾ എന്ന് വരാം, ഫ്രൂട്ട്ഫുൾ വരാം. സോ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഹു ഡൗട്ട് ഇൻ റിലീജിയസ് പ്രാക്ടീസസ്. എ പേഴ്സൺ ഹു ഡൗട്ട് ഇൻ റിലീജിയസ് പ്രാക്ടീസസ്. ഓപ്ഷൻ സ്റ്റോയിക്, സെപ്റ്റിക്, തീസ്റ്റ്, പാൻതീസ്റ്റ്. ആൻസർ ഓപ്ഷൻ ബി, സെപ്റ്റിക്. Next question, the idiom bury the hatchet means. The idiom bury the hatchet means. Option keep enmity, open enmity, stop enmity, have no enmity. The answer is option C, stop enmity. Next question, Victor seldom visits his uncle. Victor seldom visits his uncle. ക്വസ്റ്റ്യൻ ടേഗിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഡസൻറ്റ് ഹി, ഈസിൻറ്റ് ഹി, ഈസ് ഹി, ഡസ് ഹി. ആൻസർ ഓപ്ഷൻ ഡി, ഡസ് ഹി. സെൽഡം ഉള്ളതിനാൽ നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, അതിനാൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. വിസിറ്റ്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, ഡസ് പ്ലസ് വിസിറ്റ്. സോ അവർ ആൻസർ ഈസ് ഡസ് ഹി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖാലിൽ ഗിബ്രാൻ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പോയറ്റ്സ് ഓഫ് ദ വേൾഡ്. Pick out the comparative degree. Question ഒന്നുകൂടി പറയാം. ഖാലിൽ ഗിബ്രാൻ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പോയറ്റ് ഇൻ ദ വേൾഡ്. ഈ സെൻറ്റൻസ് സൂപ്പർലേറ്റീവ് സെൻറ്റൻസ് ആണ്. ഈ സെൻറ്റൻസിനെ കമ്പാരിറ്റീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഓപ്ഷൻ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഒൺ ഓഫ് ദ സൂപ്പർലേറ്റീവിൽ വന്നാൽ, ഒൺ ഓഫ് ദി എന്ന സൂപ്പർലേറ്റീവിൽ കണ്ടാൽ കമ്പാരിറ്റീവിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് മെനി അതർ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ക്വസ്റ്റ്യനിൽ ഒൺ ഓഫ് ദി, അതായത് ഒൺ ഓഫ് ദി വന്നാൽ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. ആ സൂപ്പർലേറ്റീവ് ഡിഗ്രി കമ്പാരിറ്റീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസറിൽ മെനി അതർ എന്നൊരു ടേം ഉണ്ടോ എന്ന് നോക്കുക. ആൻസർ ഈസ് ഓപ്ഷൻ എ, ഖാലിൽ ഗിബ്രാൻ ഈസ് ഗ്രേറ്റർ ദാൻ മെനി അതർ പോയറ്റ്സ് ഓഫ് ദ വേൾഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പാസീവ് ഫോം ഓഫ് ഐ കീപ് മൈ ബുക്സ് ഹിയർ ഈസ്. ദ പാസീവ് ഫോം ഐ കീപ് മൈ ബുക്സ് ഹിയർ. തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ പാസീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. ആൻസർ ഓപ്ഷൻ ഡി, മൈ ബുക്സ് ആർ കെപ്റ്റ് ഹിയർ. മൈ ബുക്സ് ആർ കെപ്റ്റ് ഹിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. താഴെ തന്നിരിക്കുന്ന വാക്കുകളിൽ കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വേർഡ് ഏതെന്നാണ്. ആൻസർ ഓപ്ഷൻ എ, കോൺസ്റ്റലേഷൻ. കോൺസ്റ്റലേഷൻ മാത്രമാണ് കറക്റ്റ്. കൺസിസ്റ്റൻസി സ്പെല്ലിംഗ് പറയാം. CONSISTENCY എന്നാണ്. TENCY. നെക്സ്റ്റ്, കോൺസ്പിറസി. CONSPIRACY എന്നാണ്. ദെൻ നെക്സ്റ്റ്, കൺസർവേറ്ററി. CONSERVATORY എന്നാണ്. ഇവിടെ എ ആണ് തന്നിട്ടുള്ളത്. ആൻസർ കറക്റ്റായിട്ട് എഴുതേണ്ടത് ORY. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വി നീഡ് 2 more players to
dash the team. We need 2 more players to dash the team. ഫ്രൈസൽ വെർബാണ് എഴുതേണ്ടത്. ആൻസർ ഓപ്ഷൻ ബി മേക്കപ്പ്. മേക്കപ്പ് മീൻസ് ടു ഫോം, രൂപീകരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പോട്ട് ദ എറർ. ദ പ്രിൻസിപ്പൽ വാസ് പ്ലീസ്ഡ് ദാറ്റ് ദ സ്റ്റുഡൻസ് ഡു നോട്ട് വയലേറ്റ് ദ റൂൾസ് ഓഫ് ദ കോളേജ്. തന്നിരിക്കുന്നതിൽ എറർ ഏതെന്നാണ് നോക്കേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ ദ പ്രിൻസിപ്പൽ വാസ്, അത് കറക്റ്റ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ പ്ലേസ്ഡ് ദാറ്റ് ദ സ്റ്റുഡൻസ്, അതും കറക്റ്റ് ആണ്. ദ തേർഡ് ഓപ്ഷൻ ഡു നോട്ട് വയലേറ്റ്, അവിടെ ഡു നോട്ട് വയലേറ്റ് എന്നല്ല വരേണ്ടത്, ഡിഡ് നോട്ട് വയലേറ്റ് എന്നാണ്. സോ തെറ്റായിട്ടുള്ള ഓപ്ഷൻ സി ആണ്, ഡു നോട്ട് വയലേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ യു ഡു ഡാഷ് നൗ ആൻഡ് 5 o'clock. What will you do dash now and 5 o'clock? Option from, by, the, between. Answer option D, between. Next question, many a mickle dash a muckle. Many a mickle dash a muckle. ഇതൊരു പ്രോവർബ് ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, മേക്സ് ആണ് അവിടെ വരേണ്ടത്. many a mickle makes a muckle. Next question, the idiom lingua franca. The idiom lingua franca means option A common language, option B foreign language, option C official language, option D ancient language. The answer is option A common language. Next question, the indirect form of the sentence I came here yesterday to get the work started, said Naveen. ഇൻഡയറക്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. ആൻസർ ഈസ് ഓപ്ഷൻ ബി, നവീൻ സെഡ് ദാറ്റ് ഹി ഹാഡ് കം ദയർ ദ ഡേ ബിഫോർ ടു ഗെറ്റ് ദ വർക്ക് സ്റ്റാർട്ടഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഡ്രിങ്ക് ടീ. ദ സെന്റൻസ് ഈസ് അഫർമേറ്റീവ്, ഇൻറ്ററോഗേറ്റീവ്, ഇമ്പറേറ്റീവ്, എക്സ്ക്ലമേറ്ററി. ആൻസർ ഓപ്ഷൻ എ, അഫർമേറ്റീവ്. Pick out the compound word. Option unhappy, revision, birthday, strengthen. Answer option C, birthday. Next question, if he had won the race, the dash the champion. If he had won the race, he dash the champion. ഡാഷിൽ വുഡ് ആണോ, വുഡ് ഹാവ് ആണോ, വിൽ ബി ആണോ, വുഡ് ഹാവ് ബീൻ ആണോ ചേർക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ ഡി, വുഡ് ഹാവ് ബീൻ. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 വരണം. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നിട്ടുണ്ട്, അതിനാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 വരിക. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, I went there yesterday. The sentence is the answer to the question. I went there yesterday. തന്നിരിക്കുന്ന സെന്റൻസ് ചോദ്യരൂപത്തിൽ ചോദിക്കുന്നു എങ്കിൽ എങ്ങനെ വരുമെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ഡി, when did you go there? ആൻസർ ഓപ്ഷൻ ഡി, when did you go there? Next question, dash of ladies. Pick out the collective noun. Dash of ladies. ലേഡീസിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കളക്റ്റീവ് നൗൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ബെവി. ബെവി ഓഫ് ലേഡീസ്. ഈ 20 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി.